വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഈവനിങ് റൊട്ടീനാണ്. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ചായ കുടിക്കലും അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ടോ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ടെറസ് ക്ലീനിങ്ങും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഡിന്നർ നമ്മൾ ചപ്പാത്തി ഗ്രീൻ ചിക്കനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ടോ ടെറസിലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ട് അപ്പോൾ മഴയത്ത് നമ്മൾ ടെറസിലോട്ട് വരുമ്പോൾ നന്നായിട്ട് വഴുക്കൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീണ് പോയാൽ പിന്നെ കഷ്ടകാലമാവും. അപ്പോൾ എന്തായാലും ഇന്ന് 2-3 ദിവസമായി നമുക്ക് അടുപ്പിച്ചൊരു വെയിലുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പായലൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെയൊക്കെ ഒന്ന് വെയിലടിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ടെറസൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നല്ലോണം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടിയിൽ നിന്നൊക്കെ നല്ലോണം ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് നന്നായിട്ട് ഡസ്റ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തുളസിമടമൊക്കെ ടെറസിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ കുറേ ദിവസമായി ഒന്ന് വൃത്തിയാക്കണം. ഞാൻ വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് മഴ പെയ്യും. പിന്നെ നമുക്ക് അടിച്ചു വാരുമ്പോൾ അങ്ങനെ വൃത്തിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മഴയില്ലാതെന്ന് കണ്ടപ്പോൾ വേഗം പണിയൊക്കെ തീർത്തിട്ട് മേലോട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് എടുത്ത സാധനങ്ങളും കവറുകളും അതുപോലെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ടും അതുപോലെ ഓരോ സൈഡ് ഇങ്ങനെ പുല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തു. നമ്മൾ പുല്ലൊക്കെ ഇങ്ങനെ ചെടികളിലും ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ പുല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വളവും കാര്യങ്ങളൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടും കൊടുക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊന്നും അത്രയ്ക്ക് ഒരു പുഷ്ടിപ്പോടെ അല്ലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഈ നനവുള്ളവിടെയൊക്കെ നല്ലോണം ഇറുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാലിലൊക്കെ നല്ലോണം ഇറുമ്പൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ ഇത്രയും പുല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. 2 ദിവസം മഴയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ 2 ദിവസത്തെ വെയിലിൽ തന്നെ ചെടികളൊക്കെ നന്നായിട്ട് വാടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ചെടികളിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി കുപ്പയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ എടുത്ത ചെടികളൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തു. ആദ്യം ഒരു സൈഡത്തെ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അടുത്ത സൈഡിലോട്ട് പോയിട്ട് അങ്ങനെ 2 പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ആ സൈഡും ഈ സൈഡും ഒന്നിച്ച് ഇങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സൈഡ് വൃത്തിയാക്കി കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ല വെയിലുള്ളപ്പോഴായിരിക്കും വൈകുന്നേരം പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് മഴ പെയ്താലോ വെച്ചിട്ട് ഒരു സൈഡ് ആദ്യം അടിച്ചു വാരി വൃത്തിയാക്കി അതൊക്കെ വാരി കളഞ്ഞു. പിന്നെ ഈ സൈഡിലോട്ട് വന്നിട്ട് ഇപ്പുറത്തെ ഉള്ളതും വാടിയ ചെടികളും അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ പായലൊക്കെ നല്ല മഴയത്ത് നല്ല പായലായിരുന്നു അവിടെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് നന്നായി ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ടെറസ് വൃത്തിയാക്കുക, അതുപോലെ തന്നെ ചെടികളൊക്കെ നോക്കുക, ചെടികൾ വാടിയ ഇലകളുണ്ടെങ്കിൽ പറിച്ച് കളയുക, അങ്ങനെ ചെടിയൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഗാർഡനിലോട്ട് പോയിട്ട് ഇങ്ങനെ ചെടികളൊക്കെ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ലൊരു റിലീഫായിരിക്കും കിട്ടുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ ആ കാര്യം തന്നെ ചിലപ്പോൾ നമുക്ക് മൈൻഡിൽ നിന്ന് മാറും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളും കൃഷി നമ്മൾ എന്തെങ്കിലും വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പച്ചമുളകോ തക്കാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വിത്ത് പുറത്തുനിന്ന് വാങ്ങണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പുറത്തുനിന്നൊന്നും ഒരു വിത്തും വാങ്ങാറില്ല. ഞാൻ നമ്മുടെ വീട്ടിലുള്ള തക്കാളിനെ ചിലപ്പോൾ കേടുവന്ന തക്കാളിയൊക്കെ നമ്മൾ കളയല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ആ കളയുന്ന തക്കാളിയായിരിക്കും ചിലപ്പോൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പിഴിഞ്ഞിടുക. അതുപോലെ വറ്റൽ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ മുളക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ വിത്ത് മാത്രം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ മണ്ണിലിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെടി ഇങ്ങനെ ഓരോന്ന് ഒന്നിച്ച് ഇങ്ങനെ കൃഷി ഇതാക്കുക അല്ലെങ്കിൽ ഒന്നിച്ചിങ്ങനെ ചെയ്യണതൊന്നുമല്ല. ഓരോന്നായിട്ടാണ് ഇങ്ങനെ ഞാൻ ഇത്രയും ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 2 വർഷം മുമ്പ് ഇങ്ങനെ തക്കാളിയൊക്കെ ഒരു 10-15 കിലോ തക്കാളിയൊക്കെ എനിക്ക് ടെറസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ടെറസിൽ പച്ചക്കറിയൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുടങ്ങണ സമയത്ത് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ചില കാര്യത്തിൽ, ചിലപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് കുറയും. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടമാണ് ടെറസൊക്കെ ക്ലീൻ ചെയ്തിടാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഞാനൊരു മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ടെറസൊക്കെ വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയായി കിടക്കുന്ന ടെറസിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാനും അവിടെ കുറച്ച് നേരം നടക്കാനും, വൃത്തിയായി കിടക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് നേരം നമുക്ക് വൈകുന്നേരങ്ങളിൽ ടെറസിൽ നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെറസ് വൃത്തിയായി കിടക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് ടെറസിലൊക്കെ പോയിട്ട് ഇരിക്കാനും അതുപോലെ കുട്ടികളായിട്ടൊക്കെ കുറച്ച് നേരം കളിക്കാനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ടെറസിലൊക്കെ പോയിരിക്കാൻ.
പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും വൃത്തിയാക്കി അടിച്ചൊക്കെ വാരി കഴിഞ്ഞതിന് ശേഷം എല്ലാ ചെടികളിലും ഒന്ന് ഞാനിങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് അത് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചെടികളിൽ മൊത്തമായിട്ട് വെള്ളം കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ ചെടിയിൽ വേരിൽ മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇലകൾക്കൊന്നും അത്രയ്ക്ക് പച്ച കളർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇലകളിലും ഒക്കെ പെടുന്ന പോലെയാണ് വെള്ളം മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ തെളിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ നല്ല കളറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികളും കുറച്ച് വാടാതെ ഇരിക്കും കേട്ടോ. പക്ഷേ 2 ദിവസം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെത് നന്നായിട്ട് ചെടികൾക്ക് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും 2 നേരമൊക്കെ വെയിലാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചാലും അവർ ശരിക്ക് എല്ലാത്തിലും നന്നായിട്ട് വെള്ളം ഒഴിക്കില്ല, കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി ഒഴിക്കണ സമയത്ത് നന്നായിട്ട് എല്ലാ ചെടിയിലും ഒരു അര ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ ഞാൻ താഴോട്ട് വന്നു. പിന്നെ നമുക്കിന്ന് കിച്ചണിൽ പണിയുണ്ട്. എന്താ വെച്ചാൽ ചിക്കൻ നമ്മൾ സൺഡേ വാങ്ങിയപ്പോൾ തന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ വഴുതനങ്ങയൊക്കെ നാടൻ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇനി കുറച്ച് വലുതാവില്ല എന്ന് തോന്നി. എനിക്ക് കുറേ ദിവസമായി ഈ സൈസിൽ തന്നെ നിൽക്കണു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു. പിന്നെ ഇപ്പം ഞാൻ വെട്ടിയെടുക്കുന്നത് നമ്മുടെ മണിത്തക്കാളി ചീരയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബെനിഫിറ്റ്സ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചീരയാണ് കേട്ടോ ഈ മണിത്തക്കാളി ചീര. പിന്നെ നമ്മൾ തമിഴിലാണെങ്കിൽ ഇങ്ങനെ ചുപ്പിട്ടിക്കായ അല്ലെങ്കിൽ മണത്തക്കാളി അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല. ഇവിടെ മണത്തക്കാളി അല്ലെങ്കിൽ മണിത്തക്കാളി അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെടി വെച്ചാൽ തന്നെ മതി കേട്ടോ. അതിൻ്റെ വിത്ത് തട്ടിയിട്ട് തന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പേരി വെക്കാനും അതിലത്തെ മണിത്തക്കാളി നമ്മൾ കറിയും വെക്കും കേട്ടോ. നമ്മളിങ്ങനെ വെണ്ടയ്ക്കപ്പുളി വഴുതനങ്ങപ്പുളിയൊക്കെ വെക്കുന്ന പോലെ അതിൻ്റെ മണിത്തക്കാളി ആ മണികളിങ്ങനെ കറിയും വെക്കും, ചീരയൊക്കെ ഉപ്പേരിയും വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചീര ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മണിത്തക്കാളിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കറി വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കറി വെക്കുകയെന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തേക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കേട്ടോ മണിത്തക്കാളി. നമ്മുടെ വയറ്റിലെ പുണ്ണുകളൊക്കെ ഉണങ്ങാനും അതുപോലെ തന്നെ കുറച്ച് അൾസർ അങ്ങനെയൊക്കെ അസുഖമുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ചീര. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരൊന്ന്, അതുപോലെ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ തലവേദന ഉള്ളവർക്കും ഒക്കെ ഈ മണിത്തക്കാളി ചീര നല്ലതാണ് കേട്ടോ. നമ്മുടെ റോഡിൻ്റെ അരികിലൊക്കെ ഇത് ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ ചില സൈഡിൽ നിന്ന്. പക്ഷെ നമുക്കിത് അറിയാത്തതുകൊണ്ടും ചിലവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും അറിയാതെ പോവുകയാണ്. പക്ഷെ ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ചീരയാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റോഡ് സൈഡൊക്കെ കണ്ടാൽ ആരും വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. നമ്മളത് യൂസ് ചെയ്യാൻ എടുത്തിട്ട് നല്ല ചീരയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും ചീര ഉപ്പേരി വെക്കുന്ന പോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങയും കൂടി ചിരവിട്ട് കഴിക്കുകയാണെങ്കിൽ ഉപ്പേരി നന്നായിട്ടുണ്ടാകും. അതുപോലെ തന്നെ കറിയാണെങ്കിലും ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം എങ്ങനെ കറി വെക്കണേന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചിക്കൻ വെക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഗ്രീൻ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേപോലെയല്ലേ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളകും കുരുമുളകും മാത്രം ചേർത്തിട്ട് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കുറച്ച് പച്ചമുളക്, മല്ലിയില, പുതിനയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നേ ഇല്ലല്ലോ, മഞ്ഞൾപ്പൊടി മാത്രം. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് കേട്ടോ ചേർക്കണേ. അപ്പോൾ ഞാൻ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റാനായിട്ടിട്ട് പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ ഞാൻ തക്കാളിയൊക്കെ അപ്പോഴത്തേനും അരിഞ്ഞ് വെക്കുന്നുണ്ട്. തക്കാളി ഒരു 2 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ തക്കാളിക്ക് പകരം ചിലർ തൈര് ഒഴിച്ചിട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല, ഇന്ന് ഞാൻ തക്കാളിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് തക്കാളി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലോട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് വേകുന്ന വരെ ഒന്ന് നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ അതിലോട്ടാണ് നമ്മൾ ഈ അരച്ച സംഭവങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഒരു അര സ്പൂണും കൂടി വേണമെന്നില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു നുള്ള് കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം ഇട്ടാൽ മതി. നമുക്കിതിൽ മെയിൻ എരിവ് പച്ചമുളകും കുരുമുളകും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി
വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മല്ലിയിലയും പച്ചമുളകും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഇഞ്ചി അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതും കൂടി ഒന്ന് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ച് നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇടാം. അല്ലാത്തവർ നമുക്ക് ഈ എണ്ണയ്ക്ക് പകരം ബട്ടർ ചിക്കനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബട്ടറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റിലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ രാവിലെ ഉച്ചയ്ക്കും ചിക്കനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബട്ടറൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് എടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ചൊരു 3-4 അണ്ടിപ്പരിപ്പും കുറച്ച് പച്ചമുളക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ നിന്നു. അപ്പോൾ കുട്ടികളെ അയച്ചിട്ടുണ്ട് കേട്ടോ. മേലെ പച്ചമുളക് ചെടി ഉണ്ടല്ലോ നമ്മുടെ, അപ്പോൾ അതൊന്ന് പച്ചമുളക് പറിക്കാനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അരയ്ക്കണതിന് മുമ്പ് അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ അവർ വരുമ്പോഴത്തേനും വേഗം ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാൻ കേട്ടോ. ഞാനിങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ്. നമ്മുടെ സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട്, പക്ഷെ നമ്മൾ കൊഴിക്കണയിലാണ് നമുക്ക് ആ ചപ്പാത്തി നല്ലോണം സോഫ്റ്റ് കിട്ടുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പെനിഞ്ഞെടുത്ത് നല്ല മാവ് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി ചുട്ടാലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തി കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണ അതിൽ തേച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ ചുടുമ്പോൾ പോലെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറിയിലോട്ട് ഇതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. കറിയൊക്കെ നന്നായി സിമ്മിലിട്ടിട്ട് നന്നായി തിളച്ച് വറ്റി വരുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് പരത്തി ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. പിന്നെ എന്നിട്ട് ചപ്പാത്തി ചൂടേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ രാത്രിയത്തെ ക്ലീനിങ്ങും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരുപാട് ക്ലീനിങ്ങും അതൊക്കെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങോടെ നിർത്തുകയാണ്. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയായി നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണികൾ ഒരു ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പിന്നെ നമുക്ക് കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ പിന്നെ രാത്രിത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരുവിധം പണികളൊക്കെ ആയിട്ടുണ്ട്. കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചുട്ടെടുക്കേണ്ട പണികളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചപ്പാത്തിയും കൂടിയൊക്കെ ഒന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ. അതിനുശേഷം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വൈകുന്നേരം ടെറസ് ക്ലീനിങ്ങും അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം, ചപ്പാത്തി ചുടലും അതൊക്കെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് എങ്ങനത്തെ രീതിയിലുള്ള വ്ളോഗ്സൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചപ്പാത്തിയൊക്കെ ചുട്ട് ഞാൻ കാസ്ട്രോളിലാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിക്കണം. എല്ലാവരും അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റോട് കൂടി നമ്മുടെ പണികളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടു വളർത്താനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. 1, 2, 3 അങ്ങനെ തുടങ്ങിയാൽ മതി. നമ്മൾ ഒരുപാട് ഒന്നിച്ചൊന്നും തുടങ്ങണമെന്നില്ല. പിന്നെ അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് ഇൻട്രസ്റ്റൊക്കെ വന്ന് തുടങ്ങും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും. അതുപോലെ അതിൽ നിന്ന് നമ്മൾ വളർത്തിയ ചെടികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ കിട്ടി നമ്മൾ അത് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം നമുക്കത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ കരിവേപ്പിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ മേലെ പോയി പറിച്ചിട്ട് വരും. പച്ചമുളക് ഇല്ലെങ്കിൽ നമ്മൾ പറിച്ചിട്ട് വരും. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നട്ട് വളർത്തി നമ്മൾ പറിച്ച് കഴിക്കണ ഒരു സന്തോഷം വേറെ എവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ ആയി ലാസ്റ്റ് ഇറക്കണ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.